തണുപ്പായി തുടങ്ങി പ്രഭാതങ്ങൾക്ക്. തണുപ്പുകാലം കാലിത്തൊഴുത്തിൽ പിറന്നവനെ ഓർക്കുന്ന കാലമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കണം. ഈ ക്രിസ്തുമസ് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവും മറിയവും ഈ തണുത്ത രാവിൽ മുട്ടാത്ത വാതിലുകളില്ല. ഒരു വാതിലും തുറന്നു കൊടുക്കപ്പെട്ടില്ല എന്നാണ് തിരുവെഴുത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഡിസംബറിൽ വീണ്ടും ഉണ്ണിയേശുവിൻ്റെ തിരുജനനത്തിനായി നമ്മുടെ എല്ലാവരുടെയും ഹൃദയവാതിലുകളിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറക്കുവാൻ നീ മനസ്സ് കാണിക്കുമോ? ഉണ്ണിയേശു ഹൃദയത്തിൽ പിറന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ തിന്മകളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുപ്രകാരം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ വിഷാദ രോഗത്തിനാണ് അടിമപ്പെട്ടിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന സത്യം. ഒരു ചെറിയ അവഗണന പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഒരു ചെറിയ പരിഹാസം, സമൂഹമേൽപ്പിക്കുന്ന കുറ്റപ്പെടുത്തലുകൾ ഒന്നും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഒരു പരാജയം സംഭവിച്ചാൽ യൂദാസിനെ പോലെ തൂങ്ങാൻ കയർ അന്വേഷിക്കുന്നവരാണ് നമ്മൾ. ഹൃദയത്തിൽ ഉണ്ണി പിറക്കാത്തതുകൊണ്ടാണ്, ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നുന്നത്. പഠിക്കാൻ ബുദ്ധി തന്ന ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് പഠിക്കുവാൻ ടെലിവിഷൻ ഇല്ല എന്ന കാരണത്താൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത്. ഒരു സാധ്യതയുമില്ലാതെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ചവനെ അമേരിക്കയുടെ പ്രസിഡൻ്റാക്കി. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു ചിന്തിച്ച ബാലനെ, KR നാരായണൻ എന്ന ബാലനെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കി. ഇവയെല്ലാം മുന്നിലുള്ളപ്പോൾ നിസ്സാര കാരണത്തിന് ആത്മഹത്യ ചെയ്യുന്നവരുടെ നാട്ടിലാണ് നാം ഇന്നുള്ളത്. ഹൃദയത്തിൽ ഉണ്ണിയേശു പിറന്നവർക്ക് മാത്രമേ അവൻ സഹിച്ച സഹനങ്ങളെ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. ഇഹലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ താങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്ക്. 33 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ക്രൂശിതനാവും മുന്നേ എന്തോരം പരിഹാസങ്ങൾ കേട്ടു. മതപ്രമാണികൾ പിടിക്കുവാനും തടങ്കലിലാക്കുവാനും ശ്രമിച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു. ചുങ്കക്കാരും പാപികളുമാണ് അവൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു. വേശ്യാ സ്ത്രീകളുമായിട്ടാണ് അവന് സംസർഗം എന്ന് വരെ പറഞ്ഞു. മിശിയ ആണെന്ന് പറഞ്ഞു വന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നില്ല ജീസസ് ക്രൈസ്റ്റ്. അതിനു മുന്നേയും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അവരെ എല്ലാവരെയും ക്രൂശിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗം കരേറി. അതുകൊണ്ടാണ് ആ ക്രിസ്തുവിനെ ലോകം വിശ്വസിച്ചതും നാം എല്ലാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും. മരിച്ച് 2000 വർഷം പിന്നിട്ടിട്ടും ലോകം മുഴുവനും ക്രിസ്തു തന്നെ മശിഹ എന്ന് വിശ്വസിച്ചിട്ടും ആ ചെറുപ്പക്കാരൻ ഇന്നും അപവാദങ്ങൾക്ക് പുറത്തല്ല. അടുത്തിടയ്ക്കിറങ്ങിയ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകം സമർത്ഥിക്കുന്നത് ക്രിസ്തുവിനും മഗ്ദലന മറിയത്തിനും തമ്മിൽ സംസർഗമുണ്ടായിരുന്നുവെന്നും അതിൽ തലമുറകൾ ഉണ്ടെന്നുമുള്ളതാണ്. ബൈബിളിനേക്കാൾ അധികം കോപ്പികൾ വിറ്റഴിഞ്ഞതും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതുമായ പുസ്തകമാണ്. പ്രിയരെ, ക്രിസ്തു പോലും അപവാദങ്ങൾക്കും പരിഹാസങ്ങൾക്കും അതീതനല്ല. പിന്നെ അവൻ്റെ അനുയായികളായ ക്രിസ്ത്യാനികളായ നമ്മൾ ഈ ലോകം ഏൽപ്പിക്കുന്ന പരിഹാസത്തിനും നിന്ദയ്ക്കുമായി വിഷാദത്തിലേക്ക് അടിമപ്പെടുന്നത് എന്തിനാണ്? ഇത്രയേറെ ലോകം ദുഷിച്ച ഒരു ചെറുപ്പക്കാരൻ വേറെയുണ്ടോ? ക്രിസ്തു ഉള്ളിൽ ജനിച്ച ഓരോ യുവജനങ്ങൾക്കും താൻ ഏൽക്കുന്ന പരിഹാസങ്ങൾ, നിന്ദകൾ, അപവാദങ്ങൾ എല്ലാം നിസ്സാരമായി അനുഭവപ്പെടും. അതിൽ മനം തകരില്ല. ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരാനുള്ള കൃപ യേശുക്രിസ്തു നൽകും. ക്രിസ്തു ഉള്ളിൽ ജനിച്ചാൽ അവനോട് കൂടെ ക്രൂശ് വഹിക്കാനും നമുക്കാകും. ഈ ലോകത്തിൻ്റെ കഷ്ടം അത് എത്ര വലുതാണെങ്കിലും അത് ചുമക്കാൻ കരുത്തുള്ളവരായിത്തീരും. നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും പിറക്കാൻ ആഗ്രഹിച്ച് സ്വർഗം വിട്ടിറങ്ങി വരുന്ന ഉണ്ണീശോയെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ കാലിത്തൊഴുത്തുപോലെ വൃത്തിഹീനവും നാറ്റം വമിക്കുന്നതുമാണെങ്കിൽ പോലും ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഒരല്പം സ്ഥലം കൊടുക്കാം. കാലിത്തൊഴുത്താകുന്ന ഹൃദയത്തിൽ ഉണ്ണി പിറന്നാൽ മോരും കുന്തിരിക്കവുമായി വിശുദ്ധ ലേപനങ്ങളുമായി വിദ്വാൻമാരും ആട്ടിടയന്മാരും വരും. അവർ നമ്മുടെ ഹൃദയങ്ങളെ പരിമള തൈലം പൂശി ശുദ്ധീകരിക്കും. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി. ഈ ക്രിസ്തുമസിന് ക്രിസ്തുവിനോടുകൂടെ ജനിക്കാൻ നമുക്ക് കഴിയട്ടെ. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമപ്പാനും
ഇഹലോകത്തിൻ്റെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാനും നമുക്ക് സാധിക്കൂ. എല്ലാ ക്രിസ്തുമസിനും അനുഗ്രഹമായി തീരാൻ നമുക്കിടയാകട്ടെ. ആമേൻ.